ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ എപ്പോഴും കഴിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് ബജ്ജിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ 4 മണി പലഹാരം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടലമാവ് ഇട്ടിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കായപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റർ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ നമ്മൾ എന്താ പറയുക ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കുവാണെങ്കിൽ കട്ട കെട്ടാതെ നമുക്ക് നല്ല ഫൈനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അഥവാ ഒരു കട്ട കിട്ടുവാണെങ്കിൽ നമുക്കൊരു മിക്സിയിലിട്ടൊന്ന് അടിക്കുവാണെങ്കിൽ നന്നായിട്ട് കിട്ടും, ബ്ലെൻഡ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മുളകൊക്കെ ഒന്ന് രണ്ടായിട്ട് കീറിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുളകിൻ്റെ അകത്ത് നിറച്ച് അരിയുള്ള മുളകായിരുന്നു, അതായത് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും കൂടെ ഉള്ളതായതുകൊണ്ട് ഞാൻ അരിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് 4ആയിട്ടൊന്ന് കണ്ടിച്ചെടുത്തിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് വറുത്ത് കൊടുത്തത്. അപ്പോൾ ഈ 4ആയിട്ട് കീറുമ്പോഴത്തേനും അത് നന്നായിട്ട് മുരിഞ്ഞ് വരാനും കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കുള്ളത് മുളകിൻ്റെ അരിയൊന്നും കളയാതെ നന്നായിട്ട് മുക്കി പൊരിച്ച് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ മുളക് മുക്കി ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ബജി റെഡി ആവും കേട്ടോ. അപ്പം നമ്മൾ എന്നും സ്ഥിരം കഴിക്കുന്ന സ്നാക്കിനേക്കാളും ഒരു വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിച്ചിട്ടുള്ളതാണെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, മടിയുള്ള ദിവസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ബജി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളല്ലല്ലോ, പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അതിന് സൈഡായിട്ട് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഒരു സബോള എടുത്തിട്ടുണ്ട്, പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾക്ക് എന്ന് എപ്പോഴും പറയണ്ടല്ലോ, കുട്ടികളാണല്ലോ നമ്മുടെ എന്താ പറയുക, അവർ കഴിക്കണമല്ലോ എന്ന് ഓർത്താണ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ കുട്ടികൾക്കുള്ള നമ്മുടെ കുഞ്ഞു ബജികൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും. മുളക് അതായത് എരിവും ഉണ്ടാവില്ല, നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബജി റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല കളറല്ലേ, നല്ല രസമില്ലേ, അത് മുക്കി ഇങ്ങനെ കഴിക്കാനായിട്ടും നല്ല രസമാണ് കേട്ടോ. കൂടെ നമ്മുടെ ചൂടുള്ള കട്ടൻ ചായ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയതല്ലേ, ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഞാൻ. ചുമ്മാ ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ട് ഇതേ ബൗളിലേക്ക് മാറ്റുന്നതൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബജിയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ശരിക്കുമുള്ള സംഭവം നടക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. അതാ നമ്മൾ ബജി നമ്മുടെ ചമ്മന്തിയിൽ മുക്കിയിട്ടുണ്ട്. ഞാൻ ഒരു കടി കഴിക്കാൻ പോകുന്നു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കാണ് നമ്മുടെ ബജിയും ചമ്മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി വൈകുന്നേരം ബജി കഴിച്ചു, കട്ടച്ചായയും കഴിച്ച് ബജി കഴിച്ചു. പിന്നെ മുട്ട ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, മുട്ട ബജി. പക്ഷേ അതുകൊണ്ട് വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു വരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇല്ല, കൂടെ ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.